ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് വാപ്പാടിയും മോന്റെയും സൗന്ദര്യപ്പിണക്കത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അവരൊന്നായി. അവരുടെ ഇടയിലെ പിണക്കം മാറ്റാൻ ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ പുറത്തായി അവരൊന്നായിരുന്നു. ഇന്ന് ഞങ്ങളുടെ യാത്ര ഓൾഡ് ദുബായ് എന്നറിയപ്പെടുന്ന ബർദുബായിലോട്ടാണ്. ഈ യാത്രയില് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോട്ട് യാത്രയായിരുന്നു. ചെറിയൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും നല്ല രസമായിരുന്നു. ChatGPT പറയുന്നത് ബർദുബായില് സ്ട്രോങ് സൗത്ത് ഏഷ്യൻ പ്രസൻസ് ഉണ്ടെന്നാണ്, എസ്പെഷ്യലി ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അത് ശരിയാണ്. അവിടുത്തെ ഷോപ്പുകളെല്ലാം ഇന്ത്യൻസ് ആൻഡ് പാകിസ്ഥാനീസ് ആണ് നടത്തുന്നത്. ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഏരിയാസിലെ UAEയുടെ ട്രഡീഷണൽ എമിറാത്തി കൾച്ചർ ആണ് ഫോളോ ചെയ്തു വരുന്നത്. മറ്റു പോപ്പുലർ ഏരിയാസിലെ സൗത്ത് ഏഷ്യൻ കൾച്ചേഴ്സ് ആണ് വരുന്നത്, മെയിൻ ആയിട്ട് ഇന്ത്യൻ, പാകിസ്ഥാനി ആൻഡ് ബംഗ്ലാദേശി. മറ്റു കൾച്ചേഴ്സ് ഉണ്ട്. ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നപ്പോ എന്നെ അട്രാക്ട് ചെയ്തത് ഈ കാണുന്ന പ്ലേറ്റ്സ്, എന്ത് രസമല്ലേ. പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ്, പിന്നെ ഈ തുർക്കിഷ് അറബിക് സ്റ്റൈൽ ഫാൻസി പോട്ട്സ്, പിന്നെ അവരുടെ സ്പൈസസ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേര് മീനിന് ഫീഡ് ചെയ്യുന്നുണ്ട്. കുറെ മീന് കണ്ടില്ലേ. ഈ കാണുന്നത് ചൂടായതുകൊണ്ട് വിസിറ്റേഴ്സിനെ കൂളാക്കാനുള്ള ടെക്നിക്കാണെന്നാണ് തോന്നുന്നത്. ChatGPT പറയുന്നത് ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റില് ഔട്ട്ഡോർ ഡൈനിങ് ഏരിയാസ് ഉള്ള റെസ്റ്റോറന്റ്സ് അല്ലെങ്കിൽ കഫ്തേരിയകളില് അവിടുത്തെ കസ്റ്റമേഴ്സിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി എൻവിറോൺമെന്റ് നല്ല കൂൾ ആൻഡ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനുള്ള ടെക്നിക്കാണെന്നാണ് പറയുന്നത്. എനിക്കൊരു പുതിയ അറിവായതുകൊണ്ട് നിങ്ങൾക്കും പറഞ്ഞുതരാ വിചാരിച്ചു. അവിടുന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു, ഫോട്ടോ എടുക്കല്. കപ്പിളായും സിംഗിളായും ഫാമിലിയായും അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്തു കൂട്ടി. നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇത് ബർദുബായിലെ അൽ ഷിന്താഗ എന്ന് പറയുന്ന സ്ഥലമാണ്. ദുബായ് ക്രീക്കിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം ബർദുബായിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹെറിറ്റേജ് ഏരിയകളിൽ ഒന്നാണ്. ഇപ്പൊ കണ്ട പോലത്തെ കുറെ ആർട്ടിസ്റ്റിക് സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ചു നേരം ഞങ്ങള് ഇക്കരയിൽ നിന്നും അക്കരയുടെ ഭംഗി ആസ്വദിച്ചിരുന്നു. പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളത് കാരണം പാതി വഴിയിൽ നിർത്തി തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഞങ്ങളെ നോക്കി കുറെ നേരമായി പൂച്ചസാർ അവിടെ ഇരിക്കും. അങ്ങനെ പൂച്ചസാറിനായിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഈ ചൂടിനെ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമല്ല ആ വഴി പോകുന്നവർക്കും ഈ സംഭവം ഒരു ആശ്വാസം തന്നെയായിരുന്നു. ചൂടിന്റെ കാഠിന്യം കൊണ്ട് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലാണ് ഈ കുറച്ച് ആൾക്കാർ എന്റെ ശ്രദ്ധയിൽ പെട്ടത്. അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇവരൊന്നും കണ്ടില്ലല്ലോ, ചിലപ്പോ യാത്ര അയക്കാൻ വന്നതാവും. ചുമ്മാ ഒന്ന് ഫണ്ണാക്കിയതാ. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ഇതേ കിടക്കുന്നു. ഇനി ഈ യാത്രയിലെ എന്റെ ഫേവറേറ്റ് പാട്ടൊക്കെ ശരി തന്നെ, കുട്ടികളേറ്റ് പോകുന്നവർക്ക് ഇത് അത്ര സേഫ് അല്ല. ശ്രദ്ധിക്കുക, അത്ര തന്നെ. ആ കാണുന്ന ബിൽഡിംഗ്സിലെ യെല്ലോ ആൻഡ് വൈറ്റ് ലൈറ്റ്സിന്റെ ഷേഡോ കാരണം ഈ കാണുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾ സ്ഥലമെത്തി. ഇതാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് വാക്ക് വേ. എല്ലാവർക്കും അറിയാം, എന്നാലൊന്ന് പറഞ്ഞതാ. അങ്ങനെ ഡിന്നർ കഴിച്ചു. ചൂടായ കാരണം നല്ല ക്ഷീണുണ്ട്. ഇനി പോയി ഒരു കുളിയും പാസാക്കി കിടക്കണം. ആഹാ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബൈ.